ഷിനോജ്, ഇനിയിപ്പോൾ ബാക്കി മുന്നണികൾ എത്തേണ്ടതുണ്ട്. ഒപ്പം അവര് എപ്പോഴേക്കായിരിക്കും അങ്ങോട്ടേക്ക് എത്തുക? എവിടെയാണ് സ്വരാജും ഷൗക്കത്തും ഒക്കെ ഉള്ളത്? സ്വരാജ് രാവിലെ തന്നെ റോഡ് ഷോ തുടങ്ങിയതാണ്. വടിക്കട പഞ്ചായത്തിലെ മരുതയിൽ നിന്നാണ് സ്വരാജ് റോഡ് ഷോ തുടങ്ങിയത്. ആ റോഡ് ഷോയിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. വലിയ പ്രവർത്തകർ, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ വലിയ പ്രാധാന്യം പങ്കാളിത്തം ഈ റോഡ് ഷോയിൽ ഉണ്ടായിരുന്നു. ആ റോഡ് ഷോ ഇപ്പോഴും എത്തിയില്ല. കാരണം എല്ലാ പഞ്ചായത്തിലെയും എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളുടെയും കടന്നാണ് ആ റോഡ് ഷോ ഈ കൊട്ടിക്കലാശത്തിന്റെ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതേസമയത്ത് തന്നെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ ഉച്ചവരെ പ്രധാനപ്പെട്ട വ്യക്തികളെ കാണുക അങ്ങനത്തെ സ്വകാര്യ സന്ദർശനമായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വഴിക്കടവിൽ നിന്ന് ഒരു റോഡ് ഷോ, വഴിക്കടവിൽ നിന്ന് നിലമ്പൂർ വരെ എന്ന് പറയുന്നത് 25 കിലോമീറ്റർ ദൂരമുണ്ട്. ആ റോഡ് ഷോയാണ് ഷൗക്കത്ത് ഏകദേശം പകുതി പിന്നോട് കഴിയിട്ടുണ്ടായതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം ഒരു 1/4 മണിക്കൂർ കഴിയുന്നതനുസരിച്ച് ഷൗക്കത്തും അതുപോലെ തന്നെ സ്വരാജും ഇവിടേക്ക് എത്തിച്ചേരും. LDF-ന്റെ UDF-ന്റെ പ്രവർത്തകർ. അതിന് പിന്നാലെ ഈ നിലമ്പൂർ മഹാറാണി ജംഗ്ഷൻ ഒരു ഉത്സവ പറമ്പായി മാറും. അല്ലേ, ഉത്സവ പറമ്പായി മാറുമോ? ഇല്ലല്ലോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ജയിക്കും, ഉറപ്പിച്ചു? ഉറപ്പ്. എത്ര വോട്ട് ജയിക്കും? ജയിച്ചിരിക്കും. എത്ര ഓർഡർ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പൊട്ടിച്ചടുക്കിയിരിക്കും. ആരാറിന്റെ കുത്ത കേന്ദ്രം ഇവിടെ പൊളിച്ചടുക്കിയിരിക്കും. അത്രേ ഉള്ളൂ. ഉറപ്പാണത്. ജയിക്കും ഉറപ്പാണത്. അതൊക്കെ മാറ്റി മറക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സംഘടനകളും ഉറപ്പുണ്ട്. എല്ലാവരും ഞങ്ങളൊപ്പുണ്ട്. എല്ലാ സംഘടനകളും ഞങ്ങളൊപ്പുണ്ട്. എല്ലാ സംഘടന നിങ്ങൾക്ക് ഒപ്പുണ്ട്. രണ്ട് മുന്നണികളും ഇരു മുന്നണികളെയും പരാജയപ്പെടും. NDA വിജയിക്കും. ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് ഇലക്ഷൻ വേണ്ടെന്നൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. നല്ല പ്രതികരണം, വോട്ടർമാരിൽ നിന്ന് നല്ല പ്രതികരണം. നിലമ്പൂരിലെ വോട്ടർമാർ നല്ലൊരു മാറ്റം കാണുന്നുണ്ട്. നല്ല മാറ്റം BJPക്ക് അനുകൂലമായിട്ട് ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിക്ക് അടുത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കുമോ? അതിനുള്ളിൽ കൂടെ അങ്ങോട്ട് കടന്നു പോകാൻ അവസ്ഥയുണ്ടോ? പക്ഷേ വലിയ രീതിയിൽ പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട്. സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായിരുന്നു. ഇവർക്കൊപ്പം സ്ഥാനാർത്ഥിക്കൊപ്പം തന്നെ പ്രധാനപ്പെട്ട BJP നേതാക്കളൊക്കെ തന്നെ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ പ്രവർത്തകരുടെ ഇടയിലേക്ക് സ്ഥാനാർത്ഥി ഇറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് നമുക്ക് അവർക്ക് എത്താൻ കഴിയില്ല. കാരണം വലിയ രീതിയിൽ പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട്. അതിനിടയിൽ സ്ഥാനാർത്ഥി എങ്ങോട്ട് പോയി എന്ന് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഏതായാലും വലിയ രീതിയിൽ BJPയുടെ പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം BJPയെ സംബന്ധിച്ച് ഇത് അവർക്ക് ഒരു ചാൻസ് എടുക്കാനുള്ള സമയമാണ്. ആ ചാൻസ് അവർ ഉപയോഗിക്കുന്നത്. കാരണം അവർ നേരത്തെ പ്രവർത്തകരൊക്കെ തന്നെ പറഞ്ഞതുപോലെ തൃശ്ശൂർ എടുത്തതുപോലെ ഇത്തവണ നിലമ്പൂരും എടുക്കുമെന്നൊരു സൂചനയാണ് പറയുന്നത്. അവർക്ക് എനിക്കൊപ്പം രാഗിനി കൂടി ചേരുന്നുണ്ട്. രാഗിനെ, BJP ആദ്യമെത്തി, സ്ഥാനാർത്ഥി ആദ്യമെത്തി, എങ്ങനെയുണ്ട്? തീർച്ചയായും വലിയ ആവേശം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. BJPയുടെ കൊട്ടിക്കലാശമാണ് ഇപ്പോൾ ആദ്യം തുടങ്ങിയിരിക്കുന്നതെന്ന് തോന്നുന്നു. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഉണ്ട്, ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. മറ്റ് ക്യാമ്പുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇവിടെ ആവേശം കടലായി കഴിഞ്ഞിരിക്കുന്നു. കൊട്ടിക്കലാശത്തിന്റെ ആവേശം ഇപ്പോൾ പൊട്ടിക്കയറുകയാണ്. എന്തായാലും ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് നിലമ്പൂരിലെ ജനാധിപത്യത്തിന്റെ ഉത്സവം. തീർച്ചയായും നിലമ്പൂരിലെ ജനാധിപത്യ ഉത്സവം അത്യന്തം ആവേശപൂർവ്വം തന്നെ അവർ കൊണ്ടാടുകയാണ്. വലിയ ആവേശം നമുക്കിവിടെ കാണാൻ സാധിക്കും. BJP പ്രവർത്തകർ വഴിക്കടയിൽ നിന്നാണ് ഇങ്ങോട്ട് പ്രകടനവുമായി എത്തിയത്. അതിനുശേഷം റോഡ് ഷോ ഉണ്ടായിരുന്നു. റോഡ് ഷോയ്ക്ക് ശേഷം ഇപ്പോൾ BJP ക്യാമ്പ് ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. വലിയ ആവേശത്തോടുകൂടി തന്നെ കൊട്ടിക്കയറുന്നു. ചേട്ടാ, എത്ര വോട്ട് ജയിക്കും? 50,000 ഭൂരിപക്ഷം. നിങ്ങൾക്ക് ഇവിടെ 10,000 വോട്ടില്ലെന്ന് അവർ പറഞ്ഞു നടക്കുന്നത്. UDF LDF വോട്ടില്ലെന്നാ പറയുന്നത്. 50,000 വോട്ടിന്റെ ഭൂരിപക്ഷം. ഭൂരിപക്ഷം പിടിക്കും. എത്ര ഞങ്ങൾ ഭൂരിപക്ഷം പിടിക്കും. ഭൂരിപക്ഷം ഒരു 10,000 വോട്ട്. 50,000 50,000 കൂട്ടി രണ്ടോടെ കൂട്ടി 50,000 ആയില്ലേ? രണ്ടും കൂടി 50,000 സംഭവിക്കും. BJPക്ക് NDA കൃത്യമായ ഭൂരിപക്ഷം ഉണ്ടാകും. നിങ്ങൾ പക്ഷേ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ. ഞങ്ങൾ ഫീൽഡുണ്ടല്ലോ. NDA വാജ്പേയി നരേന്ദ്രമോദിക്ക് അനുകൂലമായ തരംഗ രാജ്യത്തുണ്ട്. അത് ഇവിടെയും കാണും. രണ്ടും അട്ടിമറിച്ചിട്ട് NDA പോകും. എന്തായാലും ജയിക്കും, ഉറപ്പാണ്. എന്തായാലും വളരെയധികം ആത്മവിശ്വാസത്തിലാണ് BJP മോദിക്ക് അനുകൂലമായിട്ടുള്ള തരംഗം, രാജ്യത്തുള്ള തരംഗമുണ്ട്. ആ തരംഗം നിലമ്പൂരിലും വീശിയടിക്കുന്നൊക്കെയാണ് BJP പ്രവർത്തകർ അവരുടെ ആത്മവിശ്വാസം, അവരുടെ പ്രതീക്ഷയൊക്കെ പങ്കുവയ്ക്കുന്ന.